ബി.ജെ.പിയുടെ പ്രധാന നേതാവും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ ഇത്തവണത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയുണ്ട്? അല്ല, പൊതുവേ എല്ലാ തെരഞ്ഞെടുപ്പുകളും ചൂട് സമയത്ത് തന്നെയാണല്ലോ ഉണ്ടാവാറ്. അതുകൊണ്ടൊരു പ്രത്യേകത തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഡയറ്റിംഗ്, അങ്ങനെ ഒരു ആഹാരം കണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, അങ്ങനെ ഒന്നുമില്ല. സാധാരണഗതിയിൽ എനിക്ക് എൻ്റെ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് രാവിലെ കഞ്ഞിയാണ്. അപ്പോൾ രാവിലെ കഞ്ഞി കുടിച്ചത് അത് ചെറുപ്പത്തിൽ തുടങ്ങിയിട്ടുള്ളൊരു ശീലമാണ്. കഞ്ഞി കുടിച്ചാൽ നമുക്കൊരു കൂടുതൽ എനർജി കിട്ടുമെന്നുള്ളത് ഒരു തോന്നലാണ്. അത് മാറ്റാനും പറ്റുന്നില്ല. എല്ലാ ദിവസവും രാവിലെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ കഞ്ഞി തരും. അവിടെ നിന്ന് തന്നെ നമ്മൾ പ്രവർത്തനം തുടങ്ങും. ഇപ്പോൾ അവരത് മാറ്റിയിട്ട് അവർ പറഞ്ഞു അങ്ങനെ കഞ്ഞി കുടിച്ച് നടന്നാൽ പറ്റില്ല, ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള ആളുകൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അത് ഇഡ്ഡലിയിലേക്ക് മാറിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ബി.ജെ.പിയുടെ എണ്ണം പറഞ്ഞ നേതാവാണ്. പക്ഷേ വേഗത്തിലൊരു മണ്ഡലത്തിലേക്ക് ചെന്ന് ആളുകൾക്കിടയിലേക്ക് വേഗത്തിൽ എങ്ങനെയാണ് സിങ്ക് ആവാൻ പറ്റുന്നത്? അല്ല, അതെന്തുകൊണ്ടാണ്? ഞാൻ കഴിഞ്ഞ 13 വയസ്സിലാണ് ബാലഗോകുലത്തിലൂടെ കഥ പറഞ്ഞും പാട്ടുപാടിയും. അന്നൊക്കെ എന്നെ തർക്കിക്കാൻ വരുന്നവരോട് ഞാൻ എന്താ ചോദിക്കാന്നറിയോ? ബാലഗോകുലത്തിൽ കിളിരൂരുരുളി വാലുരുളി, വാലുരുളിയിലൊരു ചോറുരുള, ചേട്ടനൊന്ന് ചൊല്ലാൻ പറ്റുമോ? ചേട്ടൻ ചൊല്ലാൻ പറ്റില്ല. അലറലോടലറലാണ് ആലയിൽ കാലികൾ നമ്മൾ ചോദിക്കും. അതുപോലെ ഒരു കുട്ടിക്കവിത നമ്മൾ ചൊല്ലും. അമ്പിളി മാമൻ കുമ്പകുലുക്കിയിട്ട് 50 കുട്ടിക്കരണം കുത്തിയിട്ട് എൻ്റെ കുളത്തിൽ വീണു, വീണിട്ടുടനെ താണു, താണിട്ടുടനെ പൊങ്ങി, താണും പൊങ്ങിയും അങ്ങനെ അനവധി കേളികളാടി മാമൻ, അക്കളിയെല്ലാം കണ്ടും കൊണ്ട് കുളങ്ങര നിന്നു കുഞ്ഞുണ്ണി. ഒരു കുട്ടിക്കവിതയാണ്. അങ്ങനെ വന്ന പൊതുമണ്ഡലത്തിൽ ഒരു ചെറിയ പ്രായം മുതൽ കടന്നു വന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് ആലപ്പുഴയുടെ വീടുകൾക്കകത്തിരിക്കുന്ന അമ്മയ്ക്കും അല്ലെങ്കിൽ തൃശ്ശൂരിൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് അവിടെ ഇരിക്കുന്ന അമ്മയ്ക്കുമൊക്കെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു കുട്ടിയായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ചേച്ചിയായിട്ടോ മകളായിട്ടോ എന്നോട് അവർക്ക് തോന്നും. കാരണം എനിക്ക് അവരിൽ നിന്നും ഒരു വ്യത്യാസവുമില്ല.